Hi students, welcome back. Today's topic is standing verbs. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ട്രാവലിംഗ് വേർബ്സ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേർബ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡിങ് വേർബ്സ്. സ്റ്റാൻഡിങ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, രണ്ട് വേർബ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സൂപ്പർ ഇമ്പോസ് ചെയ്തുണ്ടാവുന്ന വേവിനെയാണ് സ്റ്റാൻഡിങ് വേർബ് എന്ന് പറയുന്നത്. സൂപ്പർ ഇമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യണേ? രണ്ട് വേവ്സ് ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവാന്ന് വിചാരിക്കാം. ഒരു വേവ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യാണ്. അതെവിടെയെങ്കിലും ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഫോർവേഡ് വേവും അതോടൊപ്പം തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ആ രണ്ട് വേവും കൂടി മിക്സ് ചെയ്യും അല്ലെങ്കിൽ സൂപ്പർ പോസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഈച്ച് വേവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ട് വേവ്സിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സ്ട്രിങ് തന്നെയാണെന്ന് വിചാരിക്കുക. ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ട്രാൻസ്വേഴ്സ് വേവ് പോകുന്നത് ഫോർവേഡായിട്ട്. ഇനി ഇത് ഇവിടെ ചെല്ലുമ്പോൾ ഈ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വേവ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ കിട്ടി. ഇങ്ങനെയുള്ള വേവ്സിനെയാണ് എന്ത് പറയുക? സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേഷനറി ആയിട്ടുള്ള വേവ്സാണ്. ട്രാവലിംഗ് വേവ്സും സ്റ്റാൻഡിങ് വേവ്സും രണ്ടും രണ്ടാണ്. ഒരു വേവ് തന്നിട്ട് അത് ട്രാവലിംഗ് വേവ് ആണോ അല്ലെങ്കിൽ സ്റ്റേഷനറി അല്ലെ ഓർ സ്റ്റാൻഡിങ് വേവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. KX ± ω/t എന്നുള്ളൊരു ടേം നമ്മുടെ ആ വേവിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് വേവ് ആണ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണ്. അല്ലാത്ത വേവുകളൊക്കെ ഏതിൽ പെടും? സ്റ്റാൻഡിങ് വേവ്സിൽ പെടും. ഇപ്പോൾ രണ്ട് വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അത് സൂപ്പർ പോസ് ചെയ്ത് ഉണ്ടാകുന്ന വേവ്സാണ് സ്റ്റാൻഡിങ് വേവ്സ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളത്. ഇപ്പോൾ ഫോർവേഡായിട്ട് പോകുന്ന വേവിനെ നമ്മൾ y1 എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കാം. രണ്ട് വേവ്സ് വേണമല്ലോ, എന്നാൽ ഫോർവേഡായിട്ട് പോകണം, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരണം. അപ്പോൾ ഫോർവേഡായിട്ട് പോകുന്ന ആ വേവിനെ നമ്മൾ A1, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1 കൊടുത്തില്ലെങ്കിൽ നോക്കില്ല, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A ആണെന്ന് വിചാരിക്കാം. സെയിം ആംപ്ലിറ്റ്യൂഡിൽ തന്നെ, ആംപ്ലിറ്റ്യൂഡിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അത് തിരിച്ചു വരുമ്പോൾ സെയിം ആംപ്ലിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കും, ഡയറക്ഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ A sin KX - ω/t ഇതാണ് ഫോർവേഡ് ഡയറക്ഷനിലുള്ള. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷനിലുള്ള വേവിൻ്റെ ഇക്വേഷൻ. ഇനി അത് അവിടെ ചെന്ന് ഒരു എൻഡിൽ ചെന്ന് തട്ടി കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്ത് വരണം. അപ്പോൾ ആ രണ്ടാമത്തെ വേവിനെ നമ്മൾ y2 എന്ന് കൊടുത്തു. അതിനപ്പോൾ എന്ത് ചെയ്താൽ A sin KX + ω/t. ആകെ വ്യത്യാസമുള്ളത് എന്തിനു മാത്രമാണ്? ഈ സൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് വേവ്സ് എഴുതി. ഇത് ഫോർവേഡ് ഡയറക്ഷനിലുള്ള വേവിൻ്റെ ഇക്വേഷൻ, ഇത് ബാക്ക്വേർഡ് ഡയറക്ഷനിലുള്ള വേവിൻ്റെ ഇക്വേഷൻ. ഇനി ഈ രണ്ട് വേവ്സും സൂപ്പർ പോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. രണ്ട് വേവും കൂടിച്ചേരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വേവിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. y1 + y2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലും A കോമൺ ആയതുകൊണ്ട് A ഔട്ട്സൈഡിൽ നിർത്തി, ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് മാത്രം ഇൻസൈഡിൽ എഴുതി. സൈൻ KX - ω/t + സൈൻ KX - ω/t + ω/t. ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ട് വേവ്സ് വേണം. രണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് വേവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു വേവ് ചെന്ന് എവിടെയെങ്കിലും ചെന്ന് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നാലും മതി, നമുക്ക് സ്റ്റാൻഡിങ് വേവ് കിട്ടും. അപ്പോൾ ഫോർവേഡ് ആയിട്ടുള്ള ആ വേവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു y1 = A sin KX - ω/t എന്നും, ബാക്ക്വേർഡ് ആയിട്ടുള്ള വേവിനെ A sin KX + ω/t എന്നും റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്താൽ ഉണ്ടാവുന്ന വേവ് എങ്ങനെ കിട്ടും? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി രണ്ടിലും കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് സൈഡിലേക്ക് നിർത്തി, ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ഇൻസൈഡിൽ എഴുതി. ഇനി ഇതൊരു ട്രിഗ്നോമെട്രിക് ഇക്വേഷനാണ്. നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. സൈൻ A + സൈൻ B, സൈൻ A + സൈൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin A plus
b/2 കോസ് a മൈനസ് b/2 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് മാത്തമാറ്റിക്സിലൊരു ഇക്വേഷനാണ്. സൈൻ എ പ്ലസ് സൈൻ ബി എന്നൊരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2 സൈൻ a പ്ലസ് b/2 കോസ് a മൈനസ് b/2 എന്ന് എഴുതാം. അപ്പോൾ അതേ ഒരു ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. ഇത് a ആയിട്ടും ഇത് b ആയിട്ടും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഈ ടേമിനെ a ആയിട്ടും ഈ ടേമിനെ b ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു a കോമൺ ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ടേമിന് എന്ത് എഴുതാം? 2 സൈൻ a പ്ലസ് b/2. ഇവിടെ ഇയാളാണ് a, രണ്ടാമത്തെ ആൾ b. അപ്പോൾ a പ്ലസ് b/2 എന്ന് പറയുമ്പോൾ kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ആളാണ് a, പ്ലസ് b എന്ന് പറയുന്നത് എന്തോരും kx പ്ലസ് ഒമേഗ ടി ആണ് b. അതേ ബൈ 2 ഇനി കോസ് എ മൈനസ് b/2. അപ്പോൾ കോസ് എ എന്ന് പറയുന്നത് എന്തോരും kx മൈനസ് ഒമേഗ ടി മൈനസ് എന്ന് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേംസിനും മൈനസ് കൊടുക്കണം. മൈനസ് kx മൈനസ് ഒമേഗ ടി ബൈ 2 എന്ന് വന്നു. ഇനി ക്യാൻസൽ ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ മൈനസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി കട്ട് ചെയ്തു പോകും. ഇവിടെ പ്ലസ് kx മൈനസ് kx കട്ട് ചെയ്തു പോകും. അപ്പോൾ ബാലൻസ് ഉള്ളത് മാത്രം നമുക്ക് എഴുതാം. എന്ത് വരും? a 2 സൈൻ kx പ്ലസ് kx എന്ന് പറയുന്നത് എന്ത് വരും? 2kx എന്ന് വരും. 2kx ബൈ 2. അപ്പോൾ ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും? kx എന്ന് മാത്രം വരും. അതുപോലെ കോസ് മൈനസ് ഒമേഗ ടി എന്ത് വരും? മൈനസ് 2 ഒമേഗ ടി എന്ന് വരും. മൈനസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് വരുമ്പോൾ ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് ഒമേഗ ടി എന്ന് മാത്രം വന്നു. നമുക്ക് ഇങ്ങനൊരു ഫോമിൽ കിട്ടി. അപ്പോൾ ഇനി ഞാൻ മുകൾ ഭാഗം ആക്കിയാണ്. അപ്പോൾ നമുക്ക് താഴെ കിട്ടിയത് ഞാൻ ഒന്നുകൂടി എടുത്തെഴുതാണ്. y ഈക്വൽ ടു 2a സൈൻ kx കോസ് മൈനസ് ഒമേഗ ടി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ എന്ന് തന്നെ എഴുതാം. അതും ഒരു ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ കോസ് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? കോസ് ഒമേഗ ടി എന്ന് തന്നെ എഴുതിയാലും സെയിം തന്നെയാണ്. നമുക്ക് ഫൈനൽ ഒരു റിലേഷൻ കിട്ടി. 2a സൈൻ kx കോസ് ഒമേഗ ടി. ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇതിൽ kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നുള്ളൊരു ഫോമിലല്ല ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നുള്ളൊരു ഫോമിൽ വേണം വരാനായിട്ട്. സൈൻ ഓഫ് അല്ലെങ്കിൽ കോസ് ഓഫ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ടേം വരണം. അങ്ങനെ ഒരു ടേം ഇതിൽ വന്നിട്ട് ഇതിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു വേവ് എന്ത് വേവല്ല? ട്രാവലിംഗ് വേവ് അല്ല, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് അല്ല എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം എന്ത് എഴുതാം? ഇതൊരു സ്റ്റാൻഡിങ് വേവ് ആണ് അല്ലെങ്കിൽ ഇതൊരു സ്റ്റേഷനറി വേവ് ആണെന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അതൊരു ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ എന്ന്. അപ്പോൾ ഇതാണ് ഫോം. ഈ ഫോം വരുന്നതൊന്നും നിങ്ങൾ അറിയണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഫൈനൽ റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. രണ്ട് വേവുകൾ സൂപ്പർ പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. പക്ഷേ ഇത് അറിഞ്ഞിരുന്നാൽ ഈ ഒരു ഫോമിലാണ് സ്റ്റാൻഡിങ് വേവ്സ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഒരു സ്റ്റാൻഡിങ് വേവും ഒരു ട്രാവലിംഗ് വേവും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലാക്കി. ട്രാവലിംഗ് വേവ് ഓർ പ്രോഗ്രസീവ് വേവ് ആണെന്നുണ്ടെങ്കിൽ kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നൊരു ടേം അതിലുണ്ടാവും. അങ്ങനെയുള്ള വേവിന് വേഗം ട്രാവലിംഗ് വേവ് എന്നെഴുതാം. അല്ലാതെ വരുന്ന ഏത് വേവിനും നമുക്ക് എന്ത് കൊടുക്കാം? സ്റ്റേഷനറി വേവ് എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു സ്റ്റേഷനറി വേവ് ഓർ സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി. ഒരു സ്റ്റാൻഡിങ് വേവിനെ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ്. ഇതിപ്പോൾ ഞാനൊരു ഒറ്റ വേവിനെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? ഇതാണ് ഒരു വേവ്. നമുക്കറിയാം ഒരു വേവിൻ്റെ ലെങ്ത്തിനാണ് നമ്മൾ വേവ് ലെങ്ത്ത് എന്ന് പറയാം. ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നാണ് ഒരു വേവ്. ഈ വേവിൽ ഈ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിൻറ്റ്സിലൊക്കെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ആ പോയിൻറ്റ്സിനെയാണ് നോഡ്സ് എന്ന് പറയുക. നോഡ്, NODE, നോഡ്.
അപ്പോൾ ഇതിൽ എത്ര നോഡുണ്ട്? 1 2 3. അപ്പോൾ ഈ ഫിഗറിൽ 3 നോഡുണ്ട്. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടുള്ള ഭാഗം ഏതാ? അതെ, ഇവിടെയൊക്കെ ആംപ്ലിറ്റ്യൂഡ്, ഈ ഭാഗത്ത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടുള്ള ആ ഭാഗങ്ങളെയാണ് നമ്മൾ ആൻറ്റി നോഡ്സ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടുള്ള ആ റീജിയൻസിനെയാണ് നമ്മൾ ആൻറ്റി നോഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ എത്ര ആൻറ്റി നോഡ് ഉണ്ട്? 2 ഭാഗവും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇതൊരു ആൻറ്റി നോഡ്, ഇതൊരു ആൻറ്റി നോഡ്. എത്ര ആൻറ്റി നോഡ് ഉണ്ട്? 2 ആൻറ്റി നോഡ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡിങ് വേവിൽ എന്തൊക്കെ ഉണ്ടാവും? നോഡ്സും ഉണ്ടാവും, ആൻറ്റി നോഡ്സും ഉണ്ടാവും. മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള ഭാഗങ്ങളെ ആൻറ്റി നോഡ്സ് എന്നും മിനിമം ആംപ്ലിറ്റ്യൂഡുള്ള ഭാഗങ്ങളെ നോഡ്സ് എന്നും പറയും. അപ്പോൾ ഒരു സ്റ്റാൻഡിങ് വേവ് തന്നാൽ അതിൽ എത്ര നോഡ് ഉണ്ട്, എത്ര ആൻറ്റി നോഡ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. മാറിപ്പോവരുത്. 0 ആംപ്ലിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ആ ഭാഗങ്ങളെയാണ് നോഡ് എന്ന് പറയുക. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടുള്ള ആ റീജിയൻസിന് ആ ഭാഗങ്ങളെയാണ് നമ്മൾ ആൻറ്റി നോഡ് എന്ന് പറയുക. ഓക്കെ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് 2 നോഡുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 ആൻറ്റി നോഡുകൾ തമ്മിലുള്ള ദൂരം എപ്പോഴും എന്തായിരിക്കും? λ/2 ആയിരിക്കും. 2 നോഡുകൾ തമ്മിലുള്ള അടുത്തടുത്തുള്ള 2 നോഡുകൾ തമ്മിലുള്ള ദൂരം ചോദിച്ചാലും അടുത്തടുത്തുള്ള 2 ആൻറ്റി നോഡുകൾ തമ്മിലുള്ള ദൂരം ചോദിച്ചാലും രണ്ടും സെയിം തന്നെയാണ്. എന്തായിരിക്കും? λ/2. നമുക്ക് നോക്കാം. ഇതൊരു നോഡ്, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന നോഡ് എന്ന് പറയുന്നത് ഇത്. ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വേവ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടം വരെ എത്തണം. അപ്പോൾ ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താ? ആ വേവിൻ്റെ പകുതിയാണ്. ഈ ഫുൾ ദൂരത്തിനെ നമ്മൾ ലാംഡ എന്ന് പറയും. അപ്പോൾ ഈ ഒരു നോഡ് തൊട്ട് അടുത്ത നോഡ് വരെ എത്താനുള്ള ആ ദൂരം, ആ പകുതി ദൂരത്തിന് നമ്മൾ എന്ത് പറയും? λ/2 എന്ന് പറയും. ഇനി 2 ആൻറ്റി നോഡുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇതൊരു ആൻറ്റി നോഡാണ്, ഇവിടെ ഒരു ആൻറ്റി നോഡ് ഉണ്ടാവും. അതായത് ഇത്രയും ഭാഗം എന്താണ്? λ/4 ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും ഭാഗം λ/2, അതായത് ലാംഡയുടെ പകുതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പകുതിനെ നമ്മൾ എന്ത് പറയും? λ/4 എന്ന് പറയും. അതുപോലെ ഇത്രയും ദൂരം, ഈ ദൂരം എത്രയായിരിക്കും? അതും λ/4 ആയിരിക്കും. അപ്പോൾ ആ ദൂരം ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 λ/4 ഓർ λ/2. അപ്പോൾ ആൻറ്റി നോഡുകൾ എടുത്താലും 2 അടുത്തടുത്തുള്ള ആൻറ്റി നോഡുകളുടെ ദൂരം ചോദിച്ചാൽ λ/2, അടുത്തടുത്തുള്ള 2 നോഡുകളുടെ ഡിസ്റ്റൻസ് ചോദിച്ചാലും λ/2. അപ്പോൾ ഒരു വേവ്, ഒരു സ്റ്റാൻഡിങ് വേവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നോഡും ആൻറ്റി നോഡും കണ്ടെത്താൻ ആദ്യം അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് എന്താ? ഒരു വേവ് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു വേവാണ്. ആ ഫുൾ വേവിൻ്റെ ലെങ്ത് എത്രയാണ്? ലാംഡയാണ്. ഒരു ഫുൾ വേവിൻ്റെ ലെങ്ത് ലാംഡയാണ്. ഇനി ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ചോദിച്ചാലോ, ലാംഡ. ഇത് ഫുള്ള് ലാംഡയാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ദൂരം λ/2 വരും. ഇനി അതിൻ്റെ പകുതി ഇവിടം വരെ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്തായിരിക്കും? λ/4, കാൽഭാഗം. ഒരു ഫുൾ വേവിൻ്റെ പകുതിയാണ് ഇത്രയും വരെ. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? λ/4 എന്ന് വരും. അങ്ങനെ എടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലാണ് സ്റ്റാൻഡിങ് വേവ്സ് ഇനി വരയ്ക്കാനായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോഡും ആൻറ്റി നോഡും അറിഞ്ഞിരിക്കണം. ഒരു വേവിൻ്റെ ഹാഫ് എവിടം വരെ ഉണ്ടാവും, അതുപോലെ ക്വാർട്ടർ റീജിയൻ എവിടം വരെ ഉണ്ടാവും എന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ സ്റ്റാൻഡിങ് വേവ്സ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത് സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.